രാവിലെ അപ്പു സുന്ദരം കുട്ടി പുല്ല് വീഴാൻ പോകുമായിരുന്നു. പുല്ല് വീഴുന്ന സമയത്താണ് മനുവിനെ കണ്ടത്. പല പ്രാവശ്യം കണ്ടപ്പ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മനു സുന്ദരനോട് ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നു? ഇവിടെ ധാരാളം പഴങ്ങളും പൂക്കളും ഭംഗിയിൽ പുല്ലുകളുണ്ടെന്ന് പറഞ്ഞു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, ഹായ് ഹായ്, കാടിനാണ് എന്തൊരു ഭംഗി, എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പഴങ്ങൾ, ഭംഗിയിലെ പുല്ലുകളുണ്ടെന്ന് പറഞ്ഞു. കളി ചെറുക്കുമ്പോഴാം പെട്ടൊരു ശബ്ദം. എന്താണ് ആ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നല്ലോ. എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചു. അപ്പോൾ മൺകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മൺകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ടേ പറഞ്ഞു. അപ്പോൾ സുന്ദരം ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു, ഈ കാട്ടിലെ പങ്ങിയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ, അവിടെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ. അതിന്റെ എനിക്കൊരു കാര്യം മനസ്സിലായി. കളിച്ചില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിസുക്കാൻ പാടില്ല. അങ്ങനെ പഴൂരിലേക്ക് സുന്ദരൻ കാത്ത് വീട്ടിൽ പാടി നിൽക്കുന്നുണ്ടായിരുന്നു. സുന്ദര കണ്ടപ്പോൾ അപ്പൊക്ക് സന്തോഷായി. പോയില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു എന്നൊരു കാര്യം മനസ്സിലായില്ലേ? കളിച്ചില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല.